ഒരു നല്ല പ്രഭാതം. നമ്മുടെ ലേഡി ബഗ്ഗും വണ്ടും കൂടി ആഹാരം അന്വേഷിച്ചിറങ്ങി. നടന്നു പോകുന്ന വഴി ഒരു ചെടിയിലെ വലിയ ഇലയിൽ അവരൊരു പുഴുവിനെ കണ്ടു. നല്ല പച്ച നിറമുള്ള ഒരു പുഴു. അത് ആ ഇലയിൽ മലർന്നു കിടന്ന് ഉറക്കമാണ്. എന്തു ഭംഗിയുള്ള പുഴു അല്ലേ? ലേഡി ബഗ് ചോദിച്ചു. അറിയില്ലേ, ഇതാണ് കാറ്റർപില്ലർ അഥവാ ശലഭപ്പുഴു. അപ്പോൾ അവിടേക്കൊന്ന് വിട്ടിൽ പറഞ്ഞു. ശലഭപ്പുഴുവോ? അപ്പോൾ നമ്മുടെ ചിത്രശലഭത്തിൻ്റെ ആരെങ്കിലും ആണോ ഇത്? ഈ ശബ്ദമെല്ലാം കേട്ട് പുഴു ഉറക്കമുണർന്ന് കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന വണ്ടിനെയും വിട്ടിലിനെയും ലേഡി ബഗിനെയും വകവയ്ക്കാതെ അവനൊരു ഇല കറുമുറ കഴിക്കാൻ തുടങ്ങി. വിട്ടിലൊരു ചിരിയോടെ പറഞ്ഞു, ഈ പുഴു ഉണ്ടല്ലോ, ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലഭമായി മാറും, നമ്മുടെ ചിത്രശലഭത്തെ പോലെ. അപ്പോഴേക്കും ചിത്രശലഭം അവിടേക്ക് പറന്നു വന്നു. വിട്ടിൽ പറഞ്ഞത് കേട്ടപ്പോൾ ചിത്രശലഭം പറഞ്ഞു, അയ്യേ വിട്ടിൽ ചേട്ടാ, ഞാനിങ്ങനെ ഒരു ഗുണ്ടുമണിയും പുഴുവിനെ പോലെ ഒന്നും അല്ല ഇരുന്നത്. ഞാൻ ജനിച്ചപ്പോഴേ ഇതുപോലെ വർണ്ണച്ചിറവുള്ള ശലഭമായിരുന്നു. മണ്ടത്തരം പറയരുത്. വിട്ടിലിന് ദേഷ്യം വന്നു. ഞാൻ നിന്നെ ഇതുപോലെ പുഴുവായി കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നീ ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പോയി. കൊക്കൂൺ എന്നൊരു കൂട്ടിനുള്ളിൽ നീ കുറേ കാലം ഉറങ്ങി. പിന്നീട് അത് പൊട്ടിച്ച് പുറത്തേക്ക് വന്നത് ഇങ്ങനെ ഭംഗിയുള്ള ചിറകുകളോട് കൂടിയാണ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. അല്ലെങ്കിൽ തന്നെ ഈ പുഴു കാണാൻ എന്താ മോശമാണോ? എന്ത് ഭംഗിയാണ് അവനെ കാണാൻ, ലേഡി ബഗ് പറഞ്ഞു. അതെ, സത്യം, വണ്ട് തലയാട്ടി. നല്ല ചബ്ബിയായ സുന്ദരക്കുട്ടൻ പുഴു. അത് കേട്ടപ്പോൾ പുഴു തീറ്റ നിർത്തി ലേഡി ബഗിനെ നോക്കി നാണത്തോടെ ചിരിച്ചു. പിന്നെ വീണ്ടും ആർത്തിയോടെ ഇല തിന്നാൻ തുടങ്ങി. എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്, വിട്ടിൽ പറഞ്ഞു. അയ്യേ, ഇതെന്താ ഇങ്ങനെ ഇല തിന്നുന്നത്? എന്നെപ്പോലെ തേൻ കുടിച്ചുകൂടെ? ശലഭത്തിന് ദേഷ്യം വന്നു. ഓരോരുത്തർക്കും ഓരോ ഭക്ഷണമാണ് ഇഷ്ടം. ഞാൻ ചെറിയ പുഴുക്കളെ തിന്നും, ഇലകളും തിന്നും. നീ തേൻ കുടിക്കും, വിട്ടിൽ പറഞ്ഞു. പുഴുക്കളെ തിന്നും എന്ന് കേട്ടപ്പോൾ പേടിച്ചു പോയ പുഴു ഒരു ഞെട്ടലോടെ വിട്ടിലിനെ നോക്കി. പിന്നെ പേടിയോടെ എങ്ങോട്ടോ ഇഴഞ്ഞു പോകാൻ തുടങ്ങി. ലേഡി ബഗ് പറഞ്ഞു, നോക്കൂ പുഴുക്കുട്ടാ, വിട്ടിൽ ചേട്ട മാത്രമല്ല, ഞാനും വണ്ടും എല്ലാം കുഞ്ഞു പുഴുക്കളെയാണ് തിന്നുന്നത്. പക്ഷെ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ആരും ഭക്ഷിക്കില്ല. നീ ഇവിടെ ഇരുന്ന് ധൈര്യമായിട്ടല്ലേ തിന്നോളൂ. അതെ, അഥവാ നീ വിചാരിച്ചാൽ തന്നെ നിന്നെ ഭക്ഷിക്കാൻ തക്ക വലിപ്പമുള്ള വായോ വയറോ ഞങ്ങൾക്ക് ആർക്കുമില്ല, വിട്ടിൽ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ഈ പച്ച നിറമുള്ള പുഴു കുറേക്കാലം ഉറങ്ങി എണീറ്റാൽ എങ്ങനെ ഇത്ര ഭംഗിയുള്ള ശലഭമാവും? ഞാൻ കൊക്കൂണിൻ്റെ ഉള്ളിൽ ഒന്ന് ഉറങ്ങി എണീറ്റാലോ? ഇങ്ങനെ ആവുമോ വിട്ടിൽ ചേട്ടാ? വണ്ട് ചോദിച്ചു. നീ ഉറങ്ങി എണീറ്റാൽ ഒരു വണ്ട് തന്നെ ആവും, വിട്ടിൽ ചിരിച്ചു. നിനക്കെന്തിന് ചിത്രശലഭമാവണം? എന്ത് സ്മാർട്ടായൊരു വണ്ടാണ് നീ. ഒന്നുമില്ല, എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. സത്യമായി നല്ല സുന്ദര വണ്ടാണ് നീ, നല്ല ചുറുചുറുക്കുള്ള മിടുക്കൻ വണ്ട്. തലേന്നത്തെ മഴയിൽ അവിടെ കെട്ടിനിന്ന് വെള്ളത്തിൽ വണ്ട് തൻ്റെ മുഖം നോക്കി. ഹായ്, കൊള്ളാമല്ലോ, ഞാൻ നല്ല സുന്ദരം വണ്ട് തന്നെയാണ്. എനിക്ക് ചിത്രശലഭമൊന്നും ആവണ്ട, വണ്ട് പറഞ്ഞു. അതാണ്, വിട്ടിൽ വണ്ടിൻ്റെ തോളിൽ തട്ടി. അപ്പോഴേക്കും ഒരു ഇല മുഴുവൻ തിന്നു തീർത്ത പുഴു ഉറക്കമായി കഴിഞ്ഞിരുന്നു. കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ആഹാരം തേടി പുൽക്കൂട്ടത്തിലേക്ക് നടക്കവേ വിട്ടിൽ ചേട്ടൻ പറഞ്ഞു, എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. അവരെൻ്റെ സൗന്ദര്യമായി താരതമ്യത്തിന് മുതിരാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് വേണ്ടത്.